ജനങ്ങൾക്കിടയിൽ മത്സ്യത്തെ എന്ന പോലെ ജീവിച്ച, ജനങ്ങൾക്കിടയിൽ ജലത്തിൽ മത്സ്യമെന്ന പോലെ ജീവിച്ച, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആ രാഷ്ട്രീയ നേതാവ്, ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് വാങ്ങുകയാണ്. ആലപ്പുഴ അദ്ദേഹത്തിന് വിരോചിതമായ മടക്കയാത്ര നൽകുകയാണ്. അരിഞ്ഞാണമൂരി അനീതിക്കെതിരെ അരിഞ്ഞാണമൂരി ആദ്യം നടത്തിയ കലഹം മുതൽ കാരാഗൃഹത്തിൽ ചെമ്പതാക ചെങ്കൊടി ഉയർത്തിയ ആ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് പിന്നീട് കേരളത്തിലെ ഏത് അനീതിക്കെതിരെയും കൈ ഉയർത്താൻ, ശബ്ദമുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കരുത്തായി മാറിയത്. VS പകർന്നു തന്ന പാഠങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രസ്ഥാനത്തെ അനുവിട വ്യതിചലിക്കാതെ അനുസരിക്കുകയും ഒരു അച്ചടക്കമുള്ള മികച്ച പാർട്ടി പ്രവർത്തകനായി, മികച്ച സംഘാടക ശേഷിയുള്ളയാളായി പ്രവർത്തിക്കുകയും ചെയ്ത VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് വീരോചിതമായ മടക്കമാണിപ്പോൾ ആലപ്പുഴ നൽകുന്നത്. ആലപ്പുഴ VSൻ്റെ സ്വന്തം മണ്ണാണ്. വെന്തലത്തറയിലെ വീട്ടിൽ നിന്നും വലിയ ചുടുകാട്ടിലെ സ്വന്തം വീട്ടിലേക്ക് വന്ന VS പിന്നീട് പതിറ്റാണ്ടുകളോളം തലസ്ഥാന നഗരിയെ സ്വന്തം ജില്ലയാക്കി മാറ്റിയ VS CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും VS നടത്തിയ സമരങ്ങൾ, VS ഏറ്റെടുത്ത പോരാട്ടങ്ങൾ ഇപ്പോൾ മലയാളി ഒന്നാകെ ഓർക്കുകയാണ്. 1957 ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ആ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ ഏറ്റുപിടിച്ച് VS നടത്തിയ സംഘടനാ പാഠം അതിൽ നിന്ന് തുടങ്ങുകയാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടത്, എങ്ങനെയാണ് ഒരു സംഘടനയെ കരുത്തുറ്റ സംഘടനയായി കൊണ്ടുപോകേണ്ടത് എന്ന്. ഒരു സംഘടനാ ശരീരവും ഒരു സമൂഹ ശരീരവും നൽകിപ്പോയ VS നിങ്ങളെ കേരളം അർഹിക്കുന്ന ആദരവ് നൽകി മടക്കി അയക്കുകയാണ്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കാണാൻ തടിച്ചുകൂടിയ ആ ജനസഞ്ചയം മറുപടി നൽകുക തന്നെയാണ്. അവിടെ തടിച്ചുകൂടിയ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത അനേകമായിരം ആളുകൾ, ഇന്നലെ ജനിച്ച പിഞ്ചു കുഞ്ഞു മുതൽ ഇനി 100 വയസ്സോളം അടുക്കാൻ പോകുന്ന വൃദ്ധർ വരെ നിങ്ങളെ കാണാൻ അവിടെ എത്തിയിരുന്നു. നിങ്ങളെ കാണാത്തവർ കാണാനും കണ്ടവർ വീണ്ടും വീണ്ടും കാണാനും എത്തിച്ചേർന്ന ആ മനോഹരമായ കാഴ്ച, എത്ര മനോഹരമായ ജീവിതമാണ് നിങ്ങളുടേതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായി ജനിക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റായി മരിക്കുകയും ചെയ്യുന്ന മഹത്തരമായ ആ പ്രവൃത്തി അവിടെ ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു. ഒരു മരണത്തിനും കീഴ്പ്പെടുത്താൻ കഴിയാവുന്നതല്ല നിങ്ങൾ ഉയർത്തിയ വിപ്ലവത്തിൻ്റെ ആ കൊടിപ്പടം, ജീവിതത്തിൻ്റെ കൊടിപ്പടം. ഹാ വിജുഗീഷു മൃത്യുവിന്നാമോ, ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്തുവാൻ എന്ന് കവി ചോദിച്ചത് നിങ്ങളെ കണ്ടിട്ട് തന്നെയാകണം. ഒരു മരണത്തിനും തകർക്കാൻ കഴിയുന്നതല്ല, ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, നിങ്ങൾ പിടിച്ച ചെങ്കൊടി, നിങ്ങൾ നെഞ്ചോട് ചേർത്ത പ്രസ്ഥാനം. അത് ഇപ്പോൾ വല്ലാത്ത ആ പ്രവർത്തകരുടെ, ആ പാർട്ടിയുടെ നേതാക്കൾക്ക്, ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നെഞ്ചിൽ ഒരു വിങ്ങൽ സമ്മാനിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ നൽകിയ കരുത്ത്, നിങ്ങൾ നിറഞ്ഞ പ്രത്യയശാസ്ത്ര ദൃഢത, അതുതന്നെയാണ് ഈ ജനതയെ, ഈ പാർട്ടി പ്രവർത്തകരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. VS, നിങ്ങൾ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രം സ്വത്തല്ല, നിങ്ങൾ കേരളത്തിൻ്റെ ആകെ 3.5 കോടി മലയാളിയുടെയും പൊതുസ്വത്താണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോഴും, നിങ്ങൾ നല്ല ഒരു രാഷ്ട്രീയ ഒരു ഭരണാധികാരി ആയിരിക്കുമ്പോഴും നിങ്ങൾ കേരളത്തെ പഠിപ്പിച്ചത് നിങ്ങൾ മനുഷ്യസ്നേഹിയാകൂ എന്ന് തന്നെയാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും എൻ്റെ സഹോദരനായി തോന്നുന്നുവെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എൻ്റെ പാർട്ടി അതാണ് എന്ന് ഉറക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ്, അതാണ് VS. നിങ്ങൾ ഞങ്ങൾക്ക് എന്തായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ് ഈ അന്ത്യയാത്രാ വേളയിലും. VS അച്യുതാനന്ദൻ്റെ അന്ത്യയാത്രാ ചടങ്ങുകൾ പൊതുദർശനമാണിപ്പോൾ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. അനേകായിരങ്ങൾ വേലിക്കകത്ത് വീട്ടിലും അതോടൊപ്പം തന്നെ ഈ വഴിയോരങ്ങളിലും കാത്തുനിന്ന അനേകായിരങ്ങൾ, അത് വിവിധ ജില്ലകളിൽ നിന്നവരുണ്ട്. വടകരയിൽ നിന്നും, വയനാട്ടിൽ നിന്നും, തലശ്ശേരിയിൽ നിന്നും എത്തിച്ചേർന്ന അനേകായിരങ്ങളുണ്ട്. അവരൊക്കെ ഒരു നേരം, ഒരു ഞൊടി VSനെ ഒന്ന് കണ്ടുപോകാൻ വേണ്ടി മാത്രം മഴയത്തും വെയിലത്തും ദിവസങ്ങളായി നിൽക്കുന്നവരുണ്ട്. മരണവാർത്ത അറിഞ്ഞത് മുതൽ തിരുവനന്തപുരത്തേക്ക് എത്തിയവരുണ്ട്.
ആലപ്പുഴയിലെ വീട്ടിന് മുന്നിലെത്തിയവരെ കൊണ്ട് VS-നെ അറിയാവുന്നവരും VS-നെ അറിയാവുന്നവരുമായ അനേകായിരങ്ങൾ. VS-നെ അറിയാത്ത ഒരു മലയാളിയും കേരളത്തിലില്ല. കാരണം VS ഇടപെടാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ സമൂല മാറ്റവും കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണിപ്പോൾ ആ മുദ്രാവാക്യം വിളികൾ ഉറക്കെ കേൾക്കേണ്ടി വരികയും ചെയ്യുന്നത്.